Recipes in മലയാളത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പിയാണ്. നമ്മൾ പച്ചരി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു കപ്പിൻ്റെ അളവിലാണ് എല്ലാം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് എല്ലാം അതേ കപ്പിൽ അളന്നെടുക്കുക. ഞാൻ 1.5 കപ്പ് പച്ചരി നന്നായി കഴുകിയ ശേഷം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. നമുക്കിതൊന്ന് വെള്ളം വാർന്ന് വെക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക. നല്ല കളറുള്ള അപ്പം കിട്ടുന്നതിന് വെള്ള ചോറ് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല വെള്ള അപ്പം കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ 1/4 കപ്പ് ചോറാണ് ഇട്ടിട്ടുള്ളത്. ഇതേ അളവിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വട്ടയപ്പത്തിൻ്റെ മധുരം ആണ് ഇതിനുള്ളത്. നമുക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു 3 ഏലക്കായും കൂടിയിട്ട് നന്നായി തന്നെ അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പഞ്ചസാരയെ കലിഞ്ഞു വരുന്ന വെള്ളമാണ്. നന്നായി തന്നെ അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് നാളികേരം ചിരകിയതാണ് ചേർക്കുന്നത്. അപ്പോൾ വട്ടയപ്പത്തിന് നല്ല കളർ കിട്ടാനായിട്ട് നാളികേരം ചേർക്കുമ്പോഴും അതിൻ്റെ ആ വെള്ള ഭാഗം മാത്രം ചിരണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പച്ചരി നമ്മൾ കഴുകി വാർന്ന് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഈസ്റ്റ് എടുക്കുമ്പം പുതിയ ഈസ്റ്റ് എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്ത മാവിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള അളവ് എനിക്കിത് കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത്. 1.5 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ചോറ്, 1/4 കപ്പ് നാളികേരം ചിരകിയതും, 1/4 കപ്പ് പഞ്ചസാരയും, 1/2 കപ്പ് പാലുമാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തിനാലും അധികം വ്യത്യാസമൊന്നും വരില്ല. 2-3 സ്പൂണൊക്കെ വെള്ളം വേണ്ടി വരുള്ളൂ. വേണമെങ്കിൽ തന്നെ അങ്ങനെ ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഈ മാവൊക്കെ ഒന്ന് പൊളിച്ച് പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ചൂട് കൂടുതലുള്ള കാലാവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 6 മണിക്കൂർ തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. നല്ല മഴയൊക്കെയാണ്. അപ്പോൾ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ 6 മണിക്കൂർ തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായി തന്നെ ഇത് പൊങ്ങി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ ഒരു കേക്കിൻ്റെ മോൾഡിലാണ് വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. കുറച്ച് എണ്ണയൊക്കെ തടവി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ഒരു അളവിൽ ഈ ഒരു കേക്കിൻ്റെ മോൾഡിൽ ഒരു അപ്പം ഉണ്ടാക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. നമ്മൾ കനം കുറച്ച് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റില്ലേ അതിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് 2 അപ്പത്തിനൊക്കെ ഉള്ളത് ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു ഇഡ്ഡലി തട്ടിൽ. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം വേണം നമുക്കിതുപോലെ ഈ മോൾഡ് ഇറക്കി അടച്ച് വെച്ച് ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ആവി കയറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഇച്ചിരി കട്ടിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കേക്കിൻ്റെ മുകളിൽ വെച്ച് ഇച്ചിരി കട്ടിയിലാണ് ഉണ്ടാക്കിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് പുറത്തെടുത്ത് വെച്ച് നന്നായി തണുത്ത ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. ഇപ്പം നന്നായി തണുത്തിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കാണുമ്പോൾ തന്നെ ഇതൊരു ലൈറ്റിൻ്റെ കളറൊക്കെ കൊണ്ടാണ് ഈ ഒരു കളർ. നല്ല വെള്ള കളറിലുള്ള അപ്പമാണ് നമ്മൾക്ക് തയ്യാറായി കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പച്ചരി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളൊക്കെ നല്ല ആരെടുത്തതുപോലെയുള്ള വട്ടയപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം തന്നെ വരാം കേട്ടോ. താങ്ക്